ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഒന്നാം സൽക്കാരത്തിൻ്റെ വെഡിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഒന്നാം സൽക്കാരത്തിൻ്റെ കുഞ്ഞു ക്ലിപ്സാണ്. കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഡെസേർട്ട് വന്നാണ് തുടങ്ങി വീഡിയോ എടുക്കൽ. ഡെസേർട്ട് പഞ്ഞിമുട്ടായി, അതുപോലെ തന്നെ കുനാഫ, ഐസ്ക്രീം, പിന്നെ കേക്ക്, പുഡിങ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം ഒന്നും ടേസ്റ്റ് ചെയ്തില്ല. കുനാഫ ജസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. കാരണം ഞാൻ ഉണ്ടാക്കി നോക്കിയിരുന്നു. പക്ഷെ എനിക്ക് അത് അത്ര സക്സസ് ആയില്ല. പക്ഷേ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതും വരുന്നത്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. കുനാഫൻ്റെ ഫ്ലേവർ അതാണ്. അപ്പോൾ മനസ്സിലായി. പുഡിങ് അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലായിരുന്നു പുഡിങ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തപ്പോൾ ബ്രൈഡ് ഇവിടെ നല്ല തീറ്റയാണ് ഡെസേർട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുത്തു. അവൾക്കൊക്കെ വീഡിയോ എടുക്കാറുണ്ട് ഭയങ്കര മടിയാണ്. അത് പൊതുവേ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. വീടിൻ്റെ അകത്ത് ഇങ്ങനെ LED ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒരു ചെടി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? വീട്ടിലിങ്ങനെയൊക്കെ ഡെക്കോറായി വെക്കാൻ നല്ല ഭംഗിയല്ലേ? ഇത് ഒറിജിനൽ ചെടി കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. പിന്നെ കുറച്ച് ആഷിഖ് അബുവിൻ്റെ പട്ടി ഷോർട്സ്, ഇത് ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. കുറച്ച് ഇത് കണ്ടാൽ എന്നെ കൊല്ലോ തല്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇൻസ്റ്റയിൽ കുറച്ച് ഫിൽറ്റർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഞാൻ ആ എടുക്കുന്നത് മകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മച്ചി നിങ്ങളെ ചെവിയിൽ പൂവൊക്കെ വെച്ച വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പച്ചി എന്ന് ഒലത്തി കൊടുക്കുകയാണോള്. നമുക്ക് പിന്നെ ചെവി പൂ വെച്ചാലും എന്ത് വെച്ചാലും നമുക്ക് നോ പ്രോബ്ലം. ഇങ്ങനെ ഫിൽറ്റർ ആഡ് ചെയ്താലല്ലേ നമ്മൾ പെണ്ണുങ്ങൾ കുറച്ചും കൂടി സുന്ദരിയാവുള്ളൂ എന്നാണ് പൊതുവേ ഉള്ള ഒരിത്. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇൻസ്റ്റയിൽ ഓരോ അപ്ഡേഷൻസ് നോക്കുകയാണ്. അപ്പം അങ്ങനെ ഓരോ ഇത് എടുത്ത് നോക്കുകയാണ്. ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഓരോന്ന് എടുത്ത് നോക്കുക. സോഫയിലവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കണമെന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓരോ തള്ളലാണ് അവിടെ നിന്ന് കാണുന്നത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ കുഞ്ഞാമാൻ്റെ റിലേറ്റീവ്സാണ്. അവരോട് ഭയങ്കര തള്ളലാണ്. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടോ, ഞാൻ ഫുഡ് കഴിക്കണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അപ്പോൾ മൂപ്പര് ഫുഡ് കഴിക്കണതാണ് ജസ്റ്റ് വീഡിയോ എടുത്തത്. പിന്നെ ഞാനും ഇളയമ്മയും കുറച്ച് നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു. ഊഞ്ഞാലക്കാട്. പിന്നെ ഓലെ വീട്ടിൽ 3-ാം നിലയിൽ ഓല് കുട്ടികൾക്ക് വേണ്ടി പാർക്ക് സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തതല്ല, ഇവിടുത്തെ മക്കളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ്. കുഞ്ഞു മക്കളെയും കൊണ്ട് കയറാൻ കഴിയില്ല വിചാരിച്ചിട്ട് ഇവിടുത്തെ മക്കളെ കൊണ്ട് വീഡിയോസ് എടുപ്പിച്ചതാണ് കേട്ടോ. ഇതാണ് പാർക്കിംഗ് ഏരിയയാണിത്. ഇവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ ഞാനിത് കുത്തനെ നിൽക്കണ കോണിയായതുകൊണ്ട് എനിക്ക് കയറാൻ കുറച്ച് പേടിയാണ്. പൊതുവേ അങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ പോകാൻ മടിച്ചിട്ട് ഓലെ കൊണ്ട് എടുപ്പിച്ചതാണ്. ഇത് നമ്മൾ സ്വിമ്മിംഗ് പൂള് ഒക്കെ ഉണ്ട്. എന്താ പറയുക, ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ കുറേ മൂപ്പർ അവിടെ ഒന്ന് തള്ളി ഫുഡൊക്കെ കഴിച്ച് മറിഞ്ഞ്. ഇതൊക്കെ ഇവിടെയുള്ള കുട്ടികളാട്ടോ. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.